ഇത്രയും പൊല്ലാപ്പ് പിടിച്ചൊരു പാർട്ടി ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഉണ്ടാകില്ല. അത്രയ്ക്ക് ദയനീയമാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതൊക്കെ അവർക്ക് ഈസിയാണ്. എന്നാൽ പാർട്ടിക്കകത്ത് നിന്നും വരുന്ന പണികളുടെ ഘോഷയാത്ര തന്നെയാണ് ഇവരുടെ പ്രധാന പ്രശ്നം. ഒരെണ്ണം സോൾവ് ചെയ്ത് വരുമ്പോഴേക്ക് അടുത്തത് വണ്ടി പിടിച്ച് വന്നിട്ടുണ്ടാകും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരൻ നീക്കം ചെയ്തതിനെ ചൊല്ലിയുള്ള പോർവിളികൾ കോൺഗ്രസിനകത്ത് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന കണക്കിൽ PV അൻവർ വീണ്ടും രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. മൂപ്പർക്ക് എങ്ങനെയെങ്കിലും UDF-ൽ കയറണം. ആദ്യം ഇപ്പോൾ നടക്കുന്ന പുകലുകൾ ഒന്ന് ഒടങ്ങട്ടെ എന്ന് കരുതി കാത്തിരുന്നു. ഒന്നും ഒടുങ്ങിയില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ഊരാക്കുടുക്കിലേക്ക് പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ വേറെ വഴിയില്ല എന്നായി. ഇനിയിപ്പോ ഒന്നും നോക്കാതെ തന്റെ കാര്യം അങ്ങ് പറയണം. ചുമ്മാ അങ്ങ് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. എന്തേലും ഒരു കുറ്റം പിണറായി വിജയനെ കുറിച്ച് പറയണം. അപ്പോൾ ആദ്യം മാധ്യമങ്ങൾ ശ്രദ്ധിക്കും, പിന്നെ പതിയെ ജനങ്ങളും. അപ്പൊ പിന്നെ സുഖമായല്ലോ കാര്യങ്ങൾ. ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ ലാഘവത്തോടു കൂടിയാണ് കാണുന്നതെന്ന് പറഞ്ഞാണ് PV അൻവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആശാ സമരം തുടങ്ങിയതിനു ശേഷമാണ് PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടിയത്. അവരുടെ സാലറി മാത്രം കൂട്ടിയതിൽ വ്യക്തി താല്പര്യം മാത്രമേ ഉള്ളൂ. കാരണം പിണറായിയുടെ ബന്ധുക്കളും ആളുകളുമാണ് PSC അംഗങ്ങൾ. എന്തു വന്നാലും പിണറായിസത്തിന്റെ അടിവേര് തോണ്ടിയേ ഈ സമരം കടന്നു പോകും. UDF പ്രവേശനം അടുത്ത ദിവസം തന്നെ VD സതീശനുമായി സംസാരിക്കും. തനിക്ക് സുഖമില്ലാത്തത് മൂലമാണ് ഇത്രയും വൈകിയത്. എങ്ങനെ വരാതിരിക്കും? അത്രയ്ക്കല്ലേ അധ്വാനിച്ചത്. ഓരോ നേതാക്കന്മാരുടെയും കാലുകൾ ഓരോ ദിവസവും ഗുളിക കഴിക്കുന്നത് പോലെ 1 വീതം 3 നേരം എന്ന കണക്കിലല്ലേ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കുറച്ച് ക്ഷീണിക്കും, പുറകെ അസുഖവും വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. അല്ല, നമ്മൾ വന്ന കാര്യം മറന്നു. കോൺഗ്രസിനെ കണ്ട് ഭരണം പിടിക്കാമെന്ന് ആരും കരുതണ്ട. ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ എന്നും അൻവർ ചോദിക്കുകയുണ്ടായി. ഇതും അതും തമ്മിൽ എന്താ ബന്ധം? ചിലപ്പോ ബുദ്ധിജീവി ചമയതായിരിക്കും. കോൺഗ്രസ് ലൂസ് ഷർട്ട് പോലെ ഫ്ലെക്സിബിൾ ആണ് എന്നാണ് അൻവറിന്റെ അഭിപ്രായം. ലൂസാണോ എന്നറിയില്ല, ഷർട്ട് തന്നെയാണ്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും കൂടി ഇങ്ങനെ പൊതുമധ്യത്തിൽ ഇരുന്ന് അലക്കുന്നത്? വല്ലാത്തൊരു ഉപമയായിപ്പോയി. അൻവർ പണ്ടും ഇങ്ങനെയാ. സ്നേഹം കൂടിയാൽ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് എന്നൊന്നും യാതൊരു പിടിയും ഉണ്ടാവില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 25-നകം ഹൈക്കോടതിയെ സമീപിക്കും. 22-നാണ് കോടതി അവധി കഴിയുക. ഇലക്ഷൻ കമ്മീഷന് കത്ത് നൽകിയിരുന്നുവെങ്കിലും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. അൻവർ പറയുന്നുണ്ട്. ഈ ഒന്നുമില്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ് കടുവയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പൊ പിന്നെ അതായിട്ട് ഇനി കുറയ്ക്കേണ്ടല്ലോ. കടുവയ്ക്കും കിടക്കട്ടെ ഒരു കുത്ത്. സംസ്ഥാനത്ത് കടുവ ആക്രമണത്തിൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ് ഗവൺമെന്റിന് അനക്കമുണ്ടായത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാവാനില്ല. 5 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി നിൽക്കുകയാണ്. മരിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നടക്കുകയാണെന്നും PV അൻവർ വിമർശിക്കുകയുണ്ടായി. മതി, തികഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിലേക്ക് കയറിപ്പറ്റങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ക്ഷമയോടുകൂടി അങ്ങ് കാത്തിരിക്കൂ. എന്തായാലും വേവ് ഓളം കാത്തിരുന്നില്ല ആശാനെ, ഇനി 6 ഓളം കൂടി കാത്തിരിക്കും.